ഹോളി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ഹോളി. അപ്പോൾ പണ്ടത്തെ കാര്യം എനിക്കറിയാവുന്നത്, കാലം കഴിയുമ്പോൾ ഓരോ ഉത്സവത്തിനും വ്യത്യാസം വരാറുണ്ട്. പണ്ടത്തെ കാലത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോളി ആവാലവൃദ്ധം ജനങ്ങൾ ആഘോഷിക്കും. അതിനകത്ത് പ്രായമുള്ളവരെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെന്നോ ഒന്നുമില്ല, ഒരു വ്യത്യാസവും ഇല്ല. ഹോളി എല്ലാവരും ആഘോഷിക്കും. അതുപോലെ തന്നെ എല്ലാ മതങ്ങളിൽപ്പെട്ടവരും ഹോളി ആഘോഷിക്കും. അപ്പോൾ അത് ഒരു തമ്മിലുള്ള ഒരു അടുപ്പത്തിൻ്റെ ഒരു യഥാർത്ഥത്തിൽ ആ ഒരു 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 പ്രഖ്യാപനം കൂടാണ് ഹോളി. അതായത് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ നിറങ്ങൾ വാരി എല്ലാവരുടെയും ദേഹത്ത് എറിയും. എത്ര നല്ല ഉടുപ്പ് വേഷവിധാനങ്ങൾ ഇട്ടുകൊണ്ട് വരുന്നവരതായാലും അത് ചിരിച്ചുകൊണ്ട് എല്ലാവരും ഫേസ് ചെയ്യും. അതിന് പകരം കുറേ കൂടെ വാരി അങ്ങോട്ട് തിരിച്ചറിയും. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യർ തമ്മിലുള്ള അടുപ്പത്തിൻ്റെ ഒരു പ്രഖ്യാപനം കൂടാണ് ഈ നിറങ്ങൾ ഒരുപാട് വരുമ്പോൾ എല്ലാവരും തമ്മിലുള്ള ഒരു അടുപ്പം. അതാണ് ഹോളി യഥാർത്ഥത്തിൽ എന്ന് പറയുന്ന ആ ഉത്സവം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഹോളിയിൽ വ്യത്യാസം വന്നു. ഹോളി ആചരിക്കേണ്ടതും ആഘോഷിക്കേണ്ടതും ഹിന്ദുക്കളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഹിന്ദുക്കൾക്കുണ്ടായി. മാത്രമല്ല, അവിടെ ഉത്തരേന്ത്യയിലൊക്കെ ഇപ്പോൾ ഒരുപാട്, പ്രത്യേകിച്ച് യു പിയിലൊക്കെ ഈ മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ്റെ മനസ്സുകളൊക്കെ വേല് കെട്ടി മാറ്റപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്നുള്ള ഒരു വേർതിരിവ് അവിടെ വന്നുപോയി. ആ വേർതിരിവ് വന്നത് എന്താണ്, അതിൻ്റെ കാരണം എന്നൊന്നും നമ്മൾ പറയണ്ട. ഇന്നത്തെ ഭരണ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. കാരണം ഭരണം പിടിച്ചു നിർത്താൻ എപ്പോഴും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ, ഭരണകർത്താക്കൾ മുമ്പോട്ട് പോകുമ്പോൾ, ഈ താഴേക്കിടയിലുള്ള ജനങ്ങൾ, ഈ അണികളെന്ന് നമ്മൾ പറയുന്ന ആളുകൾ, അവർ മാനസികമായിട്ട് തമ്മിലകലും. അതാണ് സംഭവിച്ചേക്കുന്നത്. അവിടെ ഈ മുസ്ലിം പള്ളികൾ ആക്രമിക്കുന്നതൊന്നും വലിയ പുതുമയൊന്നും അല്ല. ധാരാളം ഇഷ്ടമാതിരിയുണ്ട്. പിന്നെ തിരിച്ച് അമ്പലങ്ങൾ ആക്രമിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ബാബറൊക്കെ ആക്രമിച്ച് കീഴടക്കിയിട്ടുണ്ട്, അത് പൊളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതല്ലാതെ ഈ അടുത്ത സമയത്തൊന്നും അമ്പലങ്ങളൊന്നും ആരും ആക്രമിക്കാൻ ഒക്കത്തില്ല. കാരണം ഇവരവിടെ ന്യൂനപക്ഷങ്ങളാണ്, മറ്റൊരു ഭൂരിപക്ഷവുമാണ്. പിന്നെ ഭരണം എന്ന് പറയുന്നതും ഭൂരിപക്ഷത്തിനൊപ്പമാണ്, ഈ ന്യൂനപക്ഷത്തിനൊപ്പം അല്ല. അപ്പോൾ എന്ത് കുറ്റം കണ്ടാലും ശരി, അത് നേരെ ചാർത്തപ്പെടുന്നത് ഈ ന്യൂനപക്ഷങ്ങളുടെ പുറത്താണ്. അപ്പോൾ അവിടെ ഈ അടുത്ത സമയത്തുള്ള ഒരു കാര്യം, ഒരു വളരെ BJP-യുടെ ഒരു MLA ആണ് ഒരു പരസ്യമായിട്ടങ്ങ് പ്രഖ്യാപിക്കുകയാണ്, ഹോളി ദിവസം മുസ്ലിങ്ങളെല്ലാം വീട്ടിനകത്തിരുന്നോണം, വെളിയിറങ്ങാൻ പാടില്ല എന്ന്. ഇവനാരായത് പറയാൻ വെളിയിറങ്ങാൻ പാടില്ല എന്ന്? ഒരു മനുഷ്യൻ്റെ അവകാശമല്ലേ വെളിയിലോട്ട് ഇറങ്ങണോ വേണ്ടതെന്നുള്ളത്. അവരുടെ വീട്ടിനകത്ത് അടച്ചിരിക്കണമെന്ന് പറയുന്നതിന് ഇയാളാരാണ്? ഈ രീതിയിലുള്ള കാഴ്ചപ്പാട് ഇത് കൊണ്ടു നടക്കുന്ന ആളുകൾ സാധാരണ ഇതൊക്കെ പറയുമ്പോൾ കുറേ പേര് എന്നെ തെറി പറയാൻ കാണും. ഇതിനെ ആരെങ്കിലും അനുകൂലിക്കുമോ എന്നുള്ളത് എനിക്കൊന്ന് അറിഞ്ഞാൽ, അങ്ങനെയുള്ള കാടന്മാരെയും കൂടെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് ഇത് പറഞ്ഞതാണ്. അതായത് ഇത് വീട്ടിനകത്ത് ഇരുന്നോണം, വെളിയിറങ്ങാൻ പാടില്ല. മാത്രമല്ല, ഏറ്റവും വളരെ ആശ്ചര്യകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, അവിടുത്തെ പള്ളികളെല്ലാം ഈ പടുത ഉപയോഗിച്ച് മറച്ചു എന്നുള്ളതാണ്. കർട്ടൻ ഉപയോഗിച്ച് മറച്ചു, പോളിത്തീൻ ഷീറ്റുകളും കൊണ്ട് ആ പള്ളികളും മറക്കുകയാണ്. പള്ളി വെളി കാണാൻ പാടില്ല. ഒരുപാട് പള്ളികളുണ്ട്, കാരണം മുസ്ലിങ്ങൾ ഒരുപാടുണ്ട് അവിടെ. അതാ കാര്യം. അതിൻ്റെ ജനസംഖ്യ ഒന്നും കണക്കൊന്നും എടുത്തിട്ടില്ല, ഒരുപാടുണ്ട്. അപ്പോൾ ആ പള്ളികളൊക്കെ മറയ്ക്കുക. അപ്പോൾ ആ പള്ളികൾ മറച്ചതിനെ കുറിച്ചുള്ള ചോദ്യം ചെയ്യൽ വന്നപ്പോൾ, എന്തിനാ ഈ പള്ളികൾ ആവശ്യമില്ലാതെ മറയ്ക്കുന്നു? ഇങ്ങനെ ഇത് മറച്ച് ഒളിച്ചു വെച്ച് എത്ര നാളെ പള്ളി മറച്ചുകൊണ്ടിരിക്കാൻ പറ്റും? അപ്പോൾ ഹോളി ഇന്നങ്ങ് കഴിയും, പിന്നെ വീണ്ടും നാളെ മറ്റന്നാളും എല്ലാം ഈ പള്ളി മറച്ചുകൊണ്ടിരിക്കാൻ പറ്റും? ഒക്കത്തില്ലല്ലോ. അപ്പോൾ എന്നുള്ള ഇത് ചോദ്യം വന്നപ്പോഴാണ് അതിൻ്റെ ഉത്തരം കിട്ടിയതാണ് ഞാൻ ഞെട്ടിപ്പോയത് കേട്ടെ. അപ്പോൾ ഈ ഹോളി ദിവസം ഈ പള്ളിയിലേക്ക് ഈ ഘോഷയാത്ര, ഹോളി ആഘോഷിക്കുന്നവന്മാർ ചെരുപ്പെടുത്തെറിയുമെന്ന് പള്ളിക്കകത്തേക്ക്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഒരു ആരാധനാ സ്ഥലത്തേക്ക് ചെരുപ്പെടുത്തെറിയുക എന്ന് പറയുന്നത് ആ സ്ഥലത്തിൻ്റെ ആ മഹത്വത്തിനെ അത്രത്തോളം ഇടിച്ചു കാണിക്കുന്നതും അവഹേളിക്കുന്നതും ആക്ഷേപിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ എടുത്ത് ചെരുപ്പെടുത്തെറിയും. അപ്പോൾ ചെരുപ്പ് പള്ളിയുടെ അകത്ത് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഈ കർട്ടനിട്ട്, അതായത് ഈ ക്യാൻവാസ് കൊണ്ടൊക്കെ അത് മറയ്ക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള പ്രഖ്യാപനം വന്നേക്കുന്നത്. ഈ നമ്മുടെ നാട് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആലോചിച്ച് നോക്കുള്ളൂ.
ഈ മതത്തിൻ്റെ പേരിൽ ഈ വഴക്കുണ്ടാക്കിയിട്ട് എന്താ കാര്യം? അപ്പോൾ ഈ പള്ളിയിൽ ഈ ചെരുപ്പെടുത്തെറിഞ്ഞിട്ട് എന്ത് പ്രയോജനമാണ് ഈ എറിയുന്നവന്മാർക്ക് കിട്ടുന്നത്? അപ്പോൾ ഇനി അത് മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് പോലീസിനെ ഇന്ന് വിന്യസിപ്പിച്ചേക്കുക. കാരണം ഇന്നൊരു വെള്ളിയാഴ്ചയല്ലേ. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജുമായുടെ ദിവസമാണ്. പ്രത്യേകിച്ച് ഇത് നോമ്പ് കാലമാണ്, റമദാൻ മാസമാണ്. ഈ റമദാനിലെ ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് വളരെ ഒരു പ്രത്യേകതയുള്ളതാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ ഹോളി അന്ന് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇരുഭാഗം ജനങ്ങളും മുഖത്തോട് പോകാൻ കാണും. അതാണിപ്പോൾ അവിടുത്തെ പ്രശ്നം. കാണാൻ വയ്യാതാക്കിയത് ആരെ നമ്മൾ ചിന്തിക്കുക. മണിപ്പൂരിൽ കുക്കികളും മെയ്തികളും തമ്മിൽ, അതായത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിൽ കാണാൻ വയ്യാതാക്കിയത് ആരെ, അത് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ഇനി അവിടെ എന്തെങ്കിലും നടക്കുമോ? എന്തെങ്കിലും ഈ ജനതയെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുമോ? അതേ സ്ഥിതിയിലേക്ക് ഇപ്പോൾ UP അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉത്തർപ്രദേശ്. കാരണം ഇന്ന് അവരുടെ പോലീസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ലോ ആൻഡ് ഓർഡർ നോക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം മുസ്ലിങ്ങളും ഹിന്ദുക്കളും മുഖത്തോട് മുഖം കാണും എന്നുള്ളതാണ്. മുഖത്തോട് മുഖം കണ്ടാൽ എന്താ, അവർ മനുഷ്യരല്ലേ, അവർ കാണണ്ടേ? അങ്ങനെ കാണാൻ വയ്യാതാക്കി എന്നുള്ള ഒരു വികാരം നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ കാരണം ആരാണ്? നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് ആദ്യം ചിന്തിക്കണം, അത് മാറ്റിയെടുക്കണം. ഇനി അതെല്ലാം പോട്ടെ, ഇത് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം. രാജസ്ഥാനിൽ നിന്ന് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പുറത്തേക്ക് വരുന്നത്. അവിടെ ഹൻസ്രാജ് എന്ന് പറയുന്ന 25 വയസ്സുള്ള ഒരു യുവാവ്, അയാൾ മുസ്ലിം അല്ലല്ലോ, അയാളുടെ പേര് കേട്ടാൽ തന്നെ അറിയാം. അയാളെ ഈ ഹോളി ആഘോഷിക്കുന്ന 3-4 അവന്മാർ കയറി തല്ലിക്കൊന്നെന്ന് പറഞ്ഞാൽ എടുത്തിട്ട് അടിച്ചു. അയാളുടെ ദേഹത്ത് ചായ തേച്ചപ്പോൾ അയാൾ പറഞ്ഞ് ചെയ്യരുതെന്ന് പറഞ്ഞു. ചെയ്യരുതെന്ന് പറഞ്ഞാൽ എന്താഘോഷമായാലും ഒരു മനുഷ്യന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കുന്നതല്ലേ അതിൻ്റെ മര്യാദ. അതിന് പകരം 3 അവന്മാരെ കൂടിയിട്ട് 2 അവന്മാരെ അവൻ്റെ ദേഹത്തെല്ലാം പിടിച്ച് ചായം തേച്ചിട്ട് 3-അവൻ എന്തെന്നറിയോ, അവൻ്റെ കഴുത്ത് കെക്കി അങ്ങ് കൊന്നു പരസ്യമായിട്ട്. ഇതാണ് ഹോളി ആഘോഷം. ഇതൊക്കെ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പം അത് മതങ്ങളിൽ തമ്മിലുള്ള പ്രശ്നമല്ലല്ലോ, ചിലപ്പോൾ ജാതികൾ തമ്മിലുള്ള പ്രശ്നമായിരിക്കാം, അതെനിക്കറിയില്ല. എന്തായാലും ശരി, ആ ഒരു കുട്ടി 25 വയസ്സുള്ള ഒരു പയ്യൻ കൊല്ലപ്പെടുകയാണ് ദാരുണമായിട്ട്. വല്ല കാര്യമുണ്ടോ? ഹോളിയുടെ ആഘോഷമാണ്. അപ്പോൾ ഇങ്ങനല്ല ആഘോഷം വേണ്ടത്. ആഘോഷം എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും സൗഹാർദ്ദത്തോടും കൂടിയായിരിക്കണം. ഇപ്പം നമ്മളിവിടെ ആറ്റുകാൽ പൊങ്കാല കണ്ടല്ലോ, അതാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ സാക്ഷരതയുള്ള ആളുകളുണ്ട്, മാത്രമല്ല ഇവിടെ ചിന്താശേഷിയുള്ള ആളുകളുണ്ട്, ചിന്തിക്കാൻ കഴിയുന്നുള്ളവരുണ്ട്. അതാണ് നമ്മൾ ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയിൽ നമ്മൾ കണ്ടത്. എന്തുമാത്രമുള്ള ഒരു മതസൗഹാർദ്ദം നമ്മളവിടെ കണ്ടു. ഒരു പ്രശ്നമില്ലാതെ ഇവിടെ നടക്കുന്നല്ലോ, ഇത് ഒരു കുഴപ്പമില്ലാതെ. ഈ ഒരു ഇതുപോലെ തന്നെ ആയിരിക്കണ്ടേ അവിടെ ഹോളി ആഘോഷം നടക്കേണ്ടത്? അതിന് വലിയ സാങ്ക്ടിറ്റി ഒന്നും ഇല്ലാതെ വേറെ കാര്യം. പക്ഷേ ഇത് ആറ്റുകാലിനെ പോലുള്ള ഒരു സാങ്ക്ടിറ്റി അതിന് നമ്മൾ കൊടുക്കാൻ പാടില്ല. ഹോളിയിൽ അങ്ങനെയൊന്നുമില്ല. കാരണം അത് ഫ്രീഡമാണ്, ഒരു സ്വാതന്ത്ര്യമാണ്. ആരുടെ മേളിലും ചായം വാരി എറിയാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം അതേ ഉള്ളൂ, അല്ലാതെ അതിന് അപ്പുറത്തോട്ടൊന്നുമില്ല. ആ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ആളുകൾ തമ്മിലുള്ള പരസ്പര ബന്ധമായിരുന്നു വെളിവായിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അതില്ലാതായി, നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഹോളി ദിവസം മുസ്ലിങ്ങൾ വീടിനകത്ത് നിന്ന് വെളിയിറങ്ങാൻ പാടില്ല, വീട്ടിനകത്തിരുന്നോണം എന്ന് ഒരുത്തൻ ഉദ്ഘോഷിച്ചത് ഒരു MLA ആണ്. ഇവനെയൊക്കെ MLA ആക്കിയ ആളുകളെ വേണ്ടേ പറയാൻ, വേറെ ആരെയും പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ. ഇതാണ്. എന്നിട്ട് ഈ രാഷ്ട്രീയ പാർട്ടി ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ടോ? അതായത് ഇയാൾ ഒരു MLA ആയിരിക്കുന്നത് BJPയുടെ MLA ആണ്. ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേന്ദ്രം ഭരിക്കുന്നതാണ്, നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നവരാണ്. അവരിതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരമെങ്കിലും മിണ്ടുന്നുണ്ടോ? ഇല്ലൊന്നും പറയുന്നില്ല. ഈ പോക്ക് പോയാൽ നമ്മുടെ നാട് എങ്ങോട്ട് പോകും? അപ്പോൾ മുസ്ലിങ്ങൾ അന്ന്, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിമിൻ്റെ പെരുന്നാളിനന്ന് ഹിന്ദുക്കൾ അടച്ച് വീട്ടിയിരിക്കാൻ ഒരു മുസ്ലിം പറഞ്ഞാൽ അത് കേൾക്കുമോ? ഇല്ലല്ലോ. അതുപോലല്ലേ ഇവിടെ, ഇവർ ന്യൂനപക്ഷം ആയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടെന്നും അതിൻ്റെ കൂടെ നിങ്ങളുടെ ആ ഭരണം അവിടെ അതുപോലെ തന്നെ അത്രയും ആ രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നും കണ്ടുകൊണ്ടല്ലേ ഇത് പറയാനുള്ള ധൈര്യം ഉണ്ടാകുന്നത്. ഇത് പറയുന്നത് നമ്മുടെ ഭരണഘടനയ്ക്കെതിരാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഓരോരുത്തർക്കും അവരുടേതായ മതങ്ങൾ കൊണ്ടു നടക്കാനുള്ള അവകാശമുണ്ട്. അത് നമ്മുടെ ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം അതാണ്. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള വർത്തമാനങ്ങളും വാചകങ്ങളും ഒന്നും പൊതുവായിട്ടും, അതായത് ഈ പബ്ലിക്കിൽ പറയുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ തെറ്റാണ്. അത് അയാൾ പിൻവലിക്കണം. അതാണ് ചെയ്യുന്നത്.